നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടന എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ സ്വന്തം മൊസാദിന്റെ ഫ്യൂസ് ഊരിയിരിക്കുകയാണ് കേട്ടോ ഇറാൻ. ഇതോടെ ട്രംപിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ വിറളി പിടിച്ച് നെട്ടോട്ടമോടുകയാണെന്ന വാർത്തയും വരുന്നുണ്ട് കേട്ടോ. നോക്കാം 10ാം ദിവസം യുദ്ധത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന്. അതിനു മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് യദു നാരായണൻ എന്ന പേരിലുള്ള എൻ്റെ ഒരു പുതിയ ചാനലാണ് എന്ന് മാത്രമല്ല, നിരവധി പ്രേക്ഷകർ വാട്സപ്പിലൂടെ അടക്കം നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹകരിക്കുക. നോക്കാം എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ എന്ന്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രവചനാതീതമായ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഭൂരിഭാഗം മിസൈൽ ശേഷിയും തകർത്തു എന്നും അവരുടെ ആയുധ നിർമ്മാണ ശേഷിയുടെ 90% ഇല്ലാതാക്കിയെന്നും ഒക്കെ ആയിരുന്നല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അത് അങ്ങനെയാണോ നടക്കുന്നത്? നോക്കുക, ജോർദാനിലെ അമേരിക്കൻ താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നില്ലേ? ഇത് ട്രംപിന്റെ പൊള്ളത്തരമല്ലേ തുറന്നു കാട്ടുന്നത്? കാരണം ഇറാൻ നശിച്ചു, ഇറാൻ ഇല്ലാതായി, ഇറാൻ തകർന്നു, ഇറാൻ ദാ ഇപ്പൊ പിടിക്കും എന്ന മട്ടിൽ, ഹോർമൂസ് ഞങ്ങളുടേതാണ് എന്ന മട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ തവണ വെല്ലുവിളിയും പ്രസ്താവനകളും ഭീഷണികളും ഇറക്കുമ്പോഴും അതിന് കടകവിരുദ്ധമായിട്ടല്ലേ ഇറാൻ പ്രവർത്തിക്കുന്നത്? നോക്കുക, നമുക്കിടയിലുള്ള ചില വർഗീയ തൽപര കക്ഷികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫാദറായും അമേരിക്കയെ ഫാദർലാൻഡായും കണ്ടുകൊണ്ട് ഇവിടെ കിടന്ന് പറയുന്ന നുണകളൊക്കെ മിനിറ്റ് വെച്ച് പൊളിക്കപ്പെടുകയല്ലേ ഇറാന്റെ പ്രവർത്തികളിലൂടെ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം പറയുന്നു, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷെ യുദ്ധത്തിന്റെ മറപിടിച്ച് തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുന്നവരെ പൊളിച്ചു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൃത്യമായ അപ്ഡേറ്റുകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നൽകുന്ന സന്ദേശം എന്താണ്? അത് തീർച്ചയായും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശം തന്നെയാണ്. നോക്കുക, ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ പ്രോക്സി ഗ്രൂപ്പുകളിൽ ഒന്നായ പോരാട്ട വീര്യത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഹൂത്തികൾ സൗദി അറേബ്യയ്ക്ക് നേരെ ഉപരോധം നടത്താൻ പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് കേട്ടോ. അതോടൊപ്പം സംഭവിക്കുന്നത് എന്താണ്? ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്ക് എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായ ഒരു കടലിടുക്ക് അവർ പൂട്ടുന്നതോടെ സൂയസ് കനാലിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ലോകത്തിന്റെ കപ്പൽ ഗതാഗതത്തിന്റെ ഏതാണ്ട് 50% നിയന്ത്രിക്കുന്നത് ഇറാനും ഇറാന്റെ ഗ്രൂപ്പുകളുമാണ് എന്ന സ്ഥിതി വരും. അതായത് ഒരു വശത്ത് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു, അതിലെ കപ്പലുകൾ പോകട്ടെ, അത് തുറന്നു കിടക്കുകയാണ്. അതിലെ പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ സുരക്ഷ നൽകാമെന്ന് പലതവണ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും ശക്തമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ, ട്രംപിന്റെ പൊള്ളത്തരങ്ങളെ പൊളിച്ചടുക്കുകയാണ് കേട്ടോ ഇറാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഒരു കപ്പൽ കമ്പനികൾക്കും അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ച് ഹോർമൂസ് കടലിടുക്ക് വഴി പോകാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അത് പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. നോക്കുക, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് IRGC എന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് വഴി അമേരിക്കയ്ക്ക് ലഭിച്ചത്. ജോർദാനിലെ അഖബ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന അമേരിക്കയുടെ സിസ്ര ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, PA നിരീക്ഷണ വിമാനങ്ങൾ, ഇവയ്ക്കൊക്കെ നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു കഴിഞ്ഞു. ആക്രമണത്തിൽ നിരവധി വിമാനങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം മറ്റൊരു വിമാനത്താവളത്തിൽ US സൈനികർ ഉപയോഗിച്ചിരുന്ന 20ഓളം കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു എന്ന് IRGC അവകാശപ്പെട്ടിട്ടുണ്ട്. എത്ര മാധ്യമങ്ങൾ സത്യസന്ധമായി ഈ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ചുവട് പിടിച്ച് ഇവിടെയും മാധ്യമങ്ങൾ പറയുന്നത് ഇറാൻ കഴിഞ്ഞു, ഇറാൻ തീർന്നു, ഇറാനിൽ വ്യാപക ആക്രമണം, ഇറാനിൽ കൂട്ടമരണങ്ങൾ, ഇറാനിൽ വ്യാപകമായി അമേരിക്ക അഴിഞ്ഞാടുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ കീഴിലേക്ക് ഇറാൻ പോകുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ എത്രത്തോളം തീവ്രമാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൊസാദിന്റെ CIA ഒക്കെ അജണ്ടകൾ, വിവരശേഖരണങ്ങൾ, അവരുടെ രഹസ്യ നീക്കങ്ങൾ ഒക്കെ പൊളിച്ചെടുക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ വീഡിയോ പൂർണ്ണമായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതാണ് കൃത്യമായി ഞങ്ങൾ പറയുന്നത്. നോക്കുക, അമേരിക്കയുടെ അത്യാധുനിക MQ-1 ഡ്രോൺ ഇറാൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അത് പടിഞ്ഞാറൻ ഇറാനിലാണ് സംഭവിച്ചത്. അമേരിക്കയുടെ കടുത്ത
സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 എണ്ണക്കപ്പലുകൾ കഴിഞ്ഞ ദിവസം സ്ഫോടനത്തിൽ തകർത്തു. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സമാധാന ധാരണകൾ ഏകപക്ഷീയമായി ലംഘിച്ച് സമാധാന കരാർ കീറിയെറിഞ്ഞ് യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ സംഭവങ്ങൾ. എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ ഇത്രയധികം പിഴയ്ക്കുന്നത്? ഇസ്രായേലിന്റെ കൂടി പിന്തുണയിൽ ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച, ഇസ്രായേലിന്റെ ഇൻപുട്ടുകൾ അതേപോലെ സ്വീകരിച്ച് യുദ്ധത്തിലേക്ക് പോയ അമേരിക്ക എവിടെയൊക്കെയാണ് പിഴവ് സംഭവിച്ച് തിരിച്ചടി നേരിടുന്നത്? പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. മൊസാദ് ഉൾപ്പെടെയുള്ള ചാര സംഘടനകളുടെ കണക്കുകൂട്ടലുകൾക്ക് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും ഏത് വിധത്തിലായിരിക്കും ഇറാനിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയെന്നും ഇറാനിൽ നിന്നുള്ള തിരിച്ചടികളുടെ തീവ്രത എന്തായിരിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളിൽ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴച്ചിരിക്കുകയാണ്. അത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഉൾപ്പെടെയുള്ളവരുടെ, അമേരിക്കൻ ഇന്റലിജൻസ്, ഇസ്രായേൽ ഇന്റലിജൻസ് തുടങ്ങിയവരുടെ ഒക്കെ കണക്കുകൂട്ടൽ തെറ്റി, അല്ലെങ്കിൽ അവർക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ തങ്ങളുടെ തന്ത്രങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഇറാൻ മാറ്റി. അടിക്ക് തിരിച്ചടി എന്നതിനേക്കാൾ കൂടുതൽ ഒരടിക്ക് 10 അടി തിരിച്ച് എന്ന രീതിയിൽ അതിതീവ്രമായി യുദ്ധ നീക്കങ്ങൾ അതിവേഗത്തിൽ മാറ്റുന്ന ഇറാനെയാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കാണുന്നത്. അതുതന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ഇന്റലിജൻസിന് പറ്റിയ, അവരുടെ ചാരസംഘടനകൾക്ക് പറ്റിയ, അവരുടെ സ്പൈ നെറ്റ്വർക്കുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരം എന്നു തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ യുദ്ധം സമസ്ത രാജ്യങ്ങളെയും, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഈ മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും നേരിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കും. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതാണ് ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത്. ഇറാൻ നേരത്തെ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്താൽ ഇതൊരു മേഖലാ യുദ്ധമായി മാറും. ഈ കപ്പൽ പോകുന്ന പാതകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കടലിടുക്കുകൾ, പ്രധാനപ്പെട്ട കപ്പൽ ചാലുകളൊക്കെ അടച്ചുപൂട്ടപ്പെടുമെന്ന് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ മൊസാദും CIA ഒക്കെ അടങ്ങുന്ന ഇന്റലിജൻസ് ഏജൻസികൾ, ചാര സംഘടനകളൊക്കെ ഇത് വെറും ഇറാന്റെ ഭീഷണി മാത്രമായി കരുതുകയും അതനുസരിച്ച് മേൽത്തട്ടിലേക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും അത് തൊടാതെ വിഴുങ്ങി, അല്ലെങ്കിൽ അത് പൂർണ്ണമായും വിശ്വസിച്ച് ട്രംപ് അത് വിശ്വസിച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും അത് മാത്രമേ സംഭവിക്കൂ എന്ന് കരുതുകയും ചെയ്തിടത്താണ് വലിയ തോതിലുള്ള പ്രഹരം അമേരിക്കയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വിശദമായി പരിശോധിക്കാം ഒന്നുകൂടി. അമേരിക്കയുടെ ക്ലെയിം എന്താണ്? ഇറാന്റെ നേവൽ ക്യാപ്പബിലിറ്റി ഏതാണ്ട് പൂർണ്ണമായി തകർത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അമേരിക്കയുടെ ആദ്യത്തെ അവകാശവാദം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലെയിമായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്? ലാൻഡ് ബേസ് ക്യാപ്പബിലിറ്റീസ്, അതായത് കരസേനയുടെ എല്ലാവിധ സംവിധാനങ്ങളും തകർത്തു. എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇറാൻ ഇപ്പോൾ നിലവിലില്ല. ആയുധ സംഭരണ ശാലകൾ, ആയുധ ശേഖരണ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ആയുധങ്ങൾ ഏതാണ്ട് 84 മുതൽ 90% വരെ തങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്യുന്നത്. അതായത് ട്രംപ് നിരന്തരമായി അവകാശപ്പെടുന്നത് ഇറാന്റെ സകല ശക്തികളും തകർത്തു എന്നാണ്. ഇറാന്റെ വ്യോമസേന, നാവികസേന, കരസേന തുടങ്ങിയവയൊന്നും ഇപ്പോൾ ഏറെക്കുറെ നിലവിലില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അമേരിക്ക നിരന്തരമായി പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് അറിയാവുന്നതാണ്. അതാണ് ഇറാന്റെ ക്ലെയിം. ഇറാൻ പറയുന്നത് എന്താണ്? അമേരിക്കയുടെ താവളങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു എന്നാണ്. അമേരിക്കയുടെ കമാൻഡിംഗ് സെന്റേഴ്സ്, നാവൽ സെന്റേഴ്സ്, വ്യോമ താവളങ്ങൾ, കരസേനയുടെ താവളങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഹിറ്റിംഗ് റേഞ്ചിലാണ്. ഞങ്ങൾ നേരിട്ട് അവ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. അതേപോലെ തന്നെ ഇറാൻ പറയുന്ന നിർണായകമായ മറ്റൊരു അവകാശവാദം, അല്ലെങ്കിൽ ക്ലെയിം എന്ന് പറയുന്നത്, ഹോർമുസിലൂടെ കടന്നു പോകുന്ന, തങ്ങളുടെ ആജ്ഞ ലംഘിച്ച് കടന്നു പോകുന്ന ഓയിൽ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള കപ്പലുകളെ തങ്ങൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ക്ലെയിമുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക പറയുന്നതിനേക്കാൾ കൂടുതൽ, വളരെ കൂടുതൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾക്കാണ് വിശ്വാസ്യത എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാഷ്വാലിറ്റികൾ അത് പൂർണ്ണമായും സത്യങ്ങളാകണമെന്നില്ല. പലപ്പോഴും മരണപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്, പരിക്ക് പറ്റുന്നത്, യുദ്ധകേന്ദ്രങ്ങൾ തകർന്നത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഓരോരോ രാജ്യങ്ങളും പല രീതിയിലുള്ള കണക്കുകളും വിവരങ്ങളുമായിരിക്കും പുറത്തുവിടുക. ഓരോരോ മാധ്യമങ്ങളും അവരവരുടെ ആശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ ചായ്വിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പുറത്തുവിടുക. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇറാൻ പറയുന്ന കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തതയുണ്ട്, കൃത്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അറബ് രാജ്യങ്ങൾ പോലും
സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക പറയുന്നത് പ്രകാരമല്ല കാര്യങ്ങൾ ഇറാനിൽ സംഭവിക്കുന്നത് എന്നതിന് ഇറാൻ നടത്തുന്ന തിരിച്ചടികൾ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം 90% ആയുധശേഷിയും വ്യോമസേനയും നാവികസേനയും കരസേനയും ഒക്കെ തകർക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഇപ്പോൾ നടത്തുന്നത് പോലെ, ഇറാൻ നടത്തുന്ന പോലെ ഒരു വലിയ തിരിച്ചടി നടത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നു ഇപ്പോഴും എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്നുകിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇന്റലിജൻസ് ഏജൻസികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മൊസാദും CIA-യും ഒക്കെ അടങ്ങുന്ന ചാര സംഘടനകൾ ഇറാനെക്കുറിച്ച് നൽകുന്ന വിവരങ്ങൾ, ഇറാനെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ച ചാരക്കണ്ണുകളോടുകൂടി എടുത്തെടുക്കുന്ന വിവരങ്ങൾ മുഴുവനും തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഇറാൻ ഫലപ്രദമായി ഇവരെയൊക്കെ കബളിപ്പിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് ഇറാൻ ഈ പറയുന്ന സർവ്വസന്നാഹങ്ങളുടെയും ഇന്റലിജൻസിന്റെയും അതുപോലെ ചാര സംഘടനകളുടെയും ഒക്കെ അടപ്പിളക്കുകയാണ്, ഫ്യൂസ് ഊരുകയാണ്. കാരണം ഇവർ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളത് പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് എന്ന്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വെപ്രാളത്തിലാണ്, വിറളി പിടിച്ച അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഹോർമൂസ് പിടിച്ചെടുക്കുക, ഇറാന്റെ പതനം കാണുക എന്ന നിലയിലേക്ക് തന്നെയാണ് ട്രംപ് പോകുന്നത്. പക്ഷെ അതേസമയം മറ്റൊരു കാര്യം കൂടി രഹസ്യമായി നടക്കുന്നുണ്ട് കേട്ടോ. ആ കാര്യം എന്ന് പറയുന്നത് ഇറാനുമായി എങ്ങനെയെങ്കിലും ചർച്ച നടത്താൻ വേണ്ടി ചില മധ്യസ്ഥ രാജ്യങ്ങളെ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അമേരിക്ക വീണ്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ചില പ്രതിനിധികൾ കഴിഞ്ഞ മണിക്കൂറിൽ പാകിസ്ഥാനിൽ എത്തി എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അത് അമേരിക്കയുടെ നിരന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. കാരണം പാകിസ്ഥാന് മാത്രമായി ഈ വിഷയത്തിൽ വലിയ താല്പര്യങ്ങളൊന്നുമില്ല, അത് അമേരിക്കയുടെ സമ്മർദ്ദം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം നോക്കുക, അമേരിക്കയുടെ 5ാം കപ്പൽ പടയും അമേരിക്കൻ നാവികസേനയും കാണാൻ പോകുന്നത് വലിയ വ്യത്യസ്തമായ രീതിയിലുള്ള ഇറാനിയൻ അറ്റാക്ക് ആയിരിക്കുമെന്ന കാര്യവും ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇറാൻ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. ഹോർമൂസ് കടലെടുക്കും, ചെങ്കടലും അടയ്ക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ഇവിടങ്ങളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുക, അതിനെ പ്രതിരോധിക്കുക, അതിനെ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യം തീർച്ചയായും ഇറാൻ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഇറാന് 100 കണക്കിന് ഗൺ ബോട്ടുകളുണ്ട്, ഒരുപാട് ചെറിയ കപ്പലുകളുണ്ട്, 6 or 7 അന്തർവാഹിനികളുണ്ട്. ഇവയെല്ലാം കൂടി ഈ യുദ്ധത്തിന് ഉപയോഗിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ ഇനിയുള്ള നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഒരു കരയുദ്ധത്തിനോ അല്ലെങ്കിൽ ഹോർമൂസിൽ അമേരിക്കയുടെ കപ്പൽപ്പടയെ ഇറക്കിയിട്ടുള്ള ഒരു പ്രതിരോധത്തിനോ അല്ലെങ്കിൽ ഹോർമൂസിലെ കപ്പലുകൾക്ക് സുരക്ഷ കൊടുക്കുന്ന അമേരിക്കൻ കപ്പലുകളുടെ കൊണ്ടുവരവിനോ ഒക്കെ തിരിച്ചടിയാകുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്താൻ പോകുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് യുദ്ധവിമാനങ്ങൾ കാര്യമായി ഒന്നും തന്നെയില്ല, എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ അതിനെ വെല്ലുന്ന വിധത്തിൽ ക്ഷണനേരം കൊണ്ട് ആക്രമണം നടത്താൻ കഴിയുന്ന വലിയൊരു കരസേനയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെയുണ്ട്. അത് ഇറാൻ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു വിഷയമാണ്. കാരണം തങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് വരുന്ന സമയത്ത്, എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഇറാൻ തങ്ങളുടെ സമയം മുഴുവൻ അത്യാധുനിക മിസൈലുകൾക്കും ഡ്രോണുകൾക്കും വേണ്ടി ചെലവഴിച്ചു. അതുപോലെ തന്നെ അന്തർവാഹിനികൾ അടക്കമുള്ള ചെറിയ ബോട്ടുകൾ അടക്കമുള്ള വലിയ സെറ്റപ്പ് അവരുണ്ടാക്കി. റഷ്യയുടെ ഡൂംസ്ഡേ വിമാനമടക്കം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമാൻഡിംഗ് സിസ്റ്റം പോലും ഇറാൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഇതിൽ റഷ്യയുടെ പിന്തുണ ഇറാനെ സംബന്ധിച്ച് വളരെ വലുതായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇന്റലിജൻസ് ഏജൻസികൾ, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ഇന്റലിജൻസ് ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഫ്യൂസ് ഊരുന്ന വിധത്തിലേക്ക് പുതിയ പുതിയ തന്ത്രങ്ങൾ ക്ഷണനേരത്തിൽ ഇറാൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു, അതിൽ ഇറാൻ മേൽക്കൈ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഒരു കരയുദ്ധത്തെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയാണ്, കരയുദ്ധത്തെ കാത്തിരിക്കുകയാണ് എന്നുള്ളത് കൂടിയാണ്. കാരണം ഇപ്പോൾ അമേരിക്ക നിരന്തരമായി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കരയുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാന്റെ സൈന്യത്തിന് അതിവേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇറാനിലെ റോഡുകളും പാലങ്ങളും ഒക്കെ തകർക്കുകയാണ്. ഒപ്പം ഹോർമൂസിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇടപെടലുകളെ തടയുന്ന വിധത്തിൽ കരയിൽ നിന്ന് മിസൈലുകളും മറ്റും വിക്ഷേപിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇറാന്റെ തീരമേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇറാന്റെ രഹസ്യമായി അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, അവരുടെ യഥാർത്ഥ സൈനിക ശേഷി അതിനെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇറാന്റെ
പ്രത്യാക്രമണങ്ങൾ എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് കടുത്ത നിരാശയും കടുത്ത വിറളിയും തന്നെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗ്രസിച്ചിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. കാരണം അത്രയും അസ്വസ്ഥമായ രീതിയിൽ അതിവേഗത്തിലാണ് ഇപ്പോൾ ഇറാനിലേക്ക് നടക്കുന്ന അമേരിക്കൻ ആക്രമണം. അതിൻ്റെ അർത്ഥം എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഇറാനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ അതീവ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ തിടുക്കം, ഈ വാശി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടവും ഉണ്ടാകുകയും ചെയ്യും എന്ന ഒരു യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ യുദ്ധം അതിതീവ്രമാക്കി അവസാനിപ്പിക്കാൻ ഒരു വഴിക്ക് അമേരിക്ക ശ്രമിക്കുന്നു, മറുവഴിക്ക് ഈ ഇന്റലിജൻസിന്റെ കാര്യങ്ങൾ, അവർ നൽകിയ വിവരങ്ങളൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതനുസരിച്ചല്ല കാര്യങ്ങൾ പോകും, തെറ്റാണെന്നല്ല, അതനുസരിച്ചല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറുവശത്ത് ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള നീക്കങ്ങളും ഇപ്പോൾ അമേരിക്ക തുടരുന്നത് ശക്തമായ തിരിച്ചടിയും കണക്കുകൂട്ടൽ ഗുരുതരമായി തെറ്റിയെന്ന ബോധ്യവുമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഇറാന്റെ തിരിച്ചടി ഈ വിധത്തിൽ തുടരുന്നിടത്തോളം കാലം അമേരിക്കയ്ക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് അതിവേഗം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തന്നെയാണ് 10-ാം ദിവസവും തെളിഞ്ഞു കാണുന്നത്.